discuss about volumes by slice method. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഏരിയ കണ്ടുപിടിക്കാനുള്ളതായിരുന്നു പഠിച്ചത്. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ്റെ അടുത്ത ആപ്ലിക്കേഷൻ ആണ് വോളിയം കണ്ടുപിടിക്കാൻ. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാൻ 2-3 മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം വോളിയം ബൈ സ്ലൈസ് മെത്തേഡ്. അപ്പോൾ സ്ലൈസ് മെത്തേഡ് വെച്ചിട്ട് വോളിയം കണ്ടുപിടിക്കാൻ നമ്മൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വോളിയം അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ക്രോസ് സെക്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ക്രോസ് സെക്ഷൻ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഏരിയ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ക്രോസ് സെക്ഷൻ? എ ക്രോസ് സെക്ഷൻ ഓഫ് എ സോളിഡ് എസ് ഈസ് ദ പ്ലെയിൻ റീജിയൻ ഫോംഡ് ബൈ ഇന്റർസെക്റ്റിംഗ് എസ് വിത്ത് എ പ്ലെയിൻ. അപ്പോൾ ഒരു സോളിഡ് എസ് എന്ന് പറഞ്ഞ ഒരു സോളിഡ് ആണ്. ആ സോളിനെ നമ്മൾ ഒരു പ്ലെയിന് കൊണ്ട് കട്ട് ചെയ്യുന്ന, പ്ലെയിൻ റീജിയൻ കൊണ്ട് കട്ട് ചെയ്യുന്ന ആ സെക്ഷൻ, അതിനെയാണ് നമ്മൾ പറയുക ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലൈസ് മെത്തേഡ് എന്താ നോക്കാം. ഇപ്പോൾ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ഫിയർ ഉണ്ട്, നമുക്കത് 3 ഡയമെൻഷൻ ആയിട്ട് വരയ്ക്കാൻ പറ്റില്ലല്ലോ. സ്ഫിയറിനെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഒരു പ്ലെയിന് കൊണ്ട് കട്ട് ചെയ്തു. ആ പ്ലെയിനെയാണ് നമ്മൾ ക്രോസ് സെക്ഷൻ ആയിട്ട് ഇവിടെ എടുക്കുക. അപ്പോൾ നമ്മൾ ഏരിയ കാണുമ്പോൾ ക്രോസ് സെക്ഷൻ കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്ലൈസ് മെത്തേഡ് എന്താ നമുക്ക് നോക്കാം. The slice method. Let S be a solid and Px be a family of parallel planes such that S lies between PA and PB. Second one, the area of the slice of S cut by Px is A of x. Then volume of S is equal to integral A to B A of x dx. അപ്പോൾ S എന്ന് പറയുന്നത് ഒരു സോളിഡ് ആണ്. അപ്പോൾ ആ സോളിഡിനെ അതിൻ്റെ ക്രോസ് സെക്ഷൻ ആണ് പി എക്സ്, അല്ലെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ആയിട്ടുള്ള പ്ലെയിനുകളെ നമ്മൾ പി എക്സ് എന്ന് ജനറലായിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ആ എസ് എന്ന് പറയുന്ന സോളിഡിൻ്റെ ഒരറ്റം തൊട്ട് ഒരറ്റം വരെയുള്ള ആ പ്ലെയിനുകൾ കൊണ്ട് ഇങ്ങനെ യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സോളിഡ് കിട്ടും. അപ്പോൾ ആ ലെഫ്റ്റിലുള്ള പ്ലെയിനെ നമ്മൾ പി എ എന്നും അടുത്ത എൻഡിലുള്ള പ്ലെയിനെ നമ്മൾ പി ബി എന്നും വിളിക്കുക. അപ്പോൾ അതിനിടയിലുള്ള പോർഷൻ ആണ് നമ്മുടെ എസ് എന്ന് പറയുന്ന സോളിഡ്. അങ്ങനെയാണെങ്കിൽ ആ സോളിഡിലെ ഒരു സ്ലൈസ് എന്ന് വെച്ചാൽ ജനറൽ ആയിട്ട് ഒരു സ്ലൈസ് എടുത്തു, പി എക്സ് എന്ന് അതിനെ നമ്മൾ വിളിച്ചു. അതിൻ്റെ ഏരിയ ആ സ്ലൈസിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പം അതിൻ്റെ ഏരിയ എ ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് എസ് എന്ന് പറയുന്ന സോളിഡിൻ്റെ വോളിയം കാണാൻ പറ്റും. എങ്ങനെയാണ്? Then the volume of S equal to integral A to B A of x dx ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സോളിഡിൻ്റെ വോളിയമാണ് ഇവിടെ കിട്ടുക. അപ്പോൾ നോക്കാം, നമുക്ക് ഓരോ സ്റ്റെപ്പുകളായിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് റിമാർക്കാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്രോസ് സെക്ഷൻ ഇങ്ങനെ സ്ലൈസ് മെത്തേഡ് വെച്ചിട്ട് വോളിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ആദ്യം നമ്മൾ സ്കെച്ച് ദ സോളിഡ് ആൻഡ് എ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ. അപ്പോൾ ആദ്യം സോളിഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടില്ലെങ്കിലും അതിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഷേപ്പ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ക്രിട്ടിക്കൽ ക്രോസ് സെക്ഷനും കൂടെ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഫൈൻഡ് ദ ഫോർമുല ഫോർ എ ഓഫ് എക്സ്, ദ ഏരിയ ഓഫ് എ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ. ആ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡിറൈവ് ചെയ്തെടുക്കുക. എ ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫോർമുല ആയിട്ട് ഡിറൈവ് ചെയ്തെടുക്കുക. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഫൈൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ആ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ലിമിറ്റുകൾ കണ്ടുപിടിക്കുക. അതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ആ എ ഓഫ് എക്സിനെ ഫണ്ടമെൻ്റൽ തിയറം വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഫ്രം എ ടു ബി ആണെങ്കിൽ എ ടു ബി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ വോളിയം ഓഫ് എ ബോൾ ഓഫ് റേഡിയസ് ആർ. അപ്പോൾ റേഡിയസ് ആറുള്ള ഒരു ബോളിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബോളിൻ്റെ ഷേപ്പ് ഞാൻ ജസ്റ്റ് 2 ഡയമെൻഷനിൽ വരയ്ക്കാം. അപ്പോൾ സ്ഫിയർ ആയിരിക്കും. അപ്പോൾ അതൊരു സർക്കിൾ രൂപത്തിൽ നമുക്ക് വരയ്ക്കാം. റേഡിയസ് 6 ആണ്. അപ്പോൾ സർക്കിൾ പോലെ വരച്ചു. ഇനി റേഡിയസ് 6 ആണെന്നാണ് പറഞ്ഞത്. ഇത് 0 R മൈനസ് ആർ. ഇത് സെൻറ്റർ പറഞ്ഞിട്ടില്ല.
അപ്പൊ അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എവിടെ നിന്നൊക്കെ ക്രോസ് സെക്ഷൻ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കിട്ടുക? സർക്കിൾസ് ആയിരിക്കും, പക്ഷെ അതിന്റെ റേഡിയസ് വ്യത്യാസം വരുമെന്നുള്ളൂ. സെന്ററിലെ സർക്കിളിന് മാത്രം നമുക്ക് ആ റേഡിയസ് വരും, ബാക്കിയുള്ളതൊക്കെ റേഡിയസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഞാൻ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ആയിട്ട് ഇവിടുത്തെ ഒരു സർക്കിൾ ആണ് എടുക്കുന്നത്. ഇവിടുത്തെ ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 6 തന്നെയായിരിക്കും. ഇവിടുന്ന് ഇതിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ത് വരും? സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് അത് ഞാൻ എക്സ് ആയിട്ട് എടുത്തു. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ആ സർക്കിളിന്റെ റേഡിയസ് ആയിരിക്കും. അത് ആ റേഡിയസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പൈതഗോറസ് തിയറം വെച്ചിട്ട് ആ ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? √r² - x² അല്ലേ? പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇതിന്റെ വാല്യൂ നമുക്ക് അറിയാം. അപ്പൊ ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ √r² - x² ചെയ്താൽ മതി. അപ്പൊ റീജിയൻ ഓഫ് അപ്പൊ നമ്മുടെ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ സർക്കിൾ ആണ്. അതിനെ വേണമെങ്കിൽ നമുക്കൊരു പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എടുത്താലും കുഴപ്പമില്ല. അപ്പൊ അതിനുള്ളിലുള്ള സർക്കിൾ ആണ് നമ്മുടെ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ. അപ്പൊ അതിനെ നമുക്ക് PX എന്ന് നമ്മൾ ജനറൽ ആയിട്ട് വിളിക്കാം. അപ്പൊ PX എന്ന് പറയുന്നത് ഇപ്പോൾ വേരി ചെയ്യുന്ന എവിടെ തൊട്ട് എവിടെ വരെ ആയിരിക്കും? അപ്പൊ ഈ ലെങ്തിനെ നമുക്ക് X ആയിട്ട് വിളിക്കാം. അപ്പൊ ഇനി ഈ A(x) എന്ന് പറയുന്ന റീജിയൻ, ഇതിനെ നമുക്ക് ഈ സർക്കിളിനെ നമുക്ക് RX ആയിട്ട് എടുക്കാം. അതിന്റെ ഏരിയ കണ്ടുപിടിക്കുകയാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. പിക്ചർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കുക. Let the plane P0 pass through the center of the ball. P0 എന്ന് പറയുന്നത് നമ്മുടെ ബോളിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ ആണ്. The ball lies between എവിടെ തൊട്ട് എവിടം വരെ നമുക്ക് അതുപോലത്തെ പ്ലെയിൻ കട്ട് ചെയ്തെടുക്കാൻ പറ്റും? പാരലൽ പ്ലെയിൻസ്. The ball lies between P-R തൊട്ട് PR വരെ നമുക്ക് അതുപോലത്തെ ക്രോസ് സെക്ഷൻസ് കട്ട് ചെയ്യാൻ പറ്റും അല്ലെ. ആൻഡ് the slice RX is a disk of radius എത്രയാണ്? r² - x² റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പവർ 1/2 ആയിട്ട് എടുക്കാം. അപ്പൊ RX എന്ന് പറയുന്ന ഡിസ്കിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമുക്ക് ആ RX എന്ന് പറയുന്ന ആ ഡിസ്കിന്റെ ഏരിയ കണ്ടുപിടിക്കാലോ. then the area of the slice RX is given by A(x) എന്ത് വരും? πr², π into റേഡിയസ് സ്ക്വയർ. റേഡിയസ് എത്രയാണ്? √r² - x² പവർ 1/2 ആണ്. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ π into r² - x² ആണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് വോളിയം ആണ് കാണേണ്ടത്. hence the volume of the ball V = എവിടെ തൊട്ട് എവിടെ വരെയാണ്? പ്ലെയിൻ -r തൊട്ട് r വരെയാണ്. A(x) എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കിട്ടി. അപ്പൊ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമ്മുടെ വോളിയമായി -r to r ഇന്റഗ്രേറ്റ് ചെയ്യുക. πr² - x² dx which is equal to π into r²x - x³/3 minus r to r. അപ്പൊ വാല്യൂ കണ്ടുപിടിക്കുക. π into ഇവിടെ r³ - r³/3 അല്ലെ. r³ - r³/3 minus r² into -r എന്ന് പറയുമ്പോൾ പ്ലസ് r³. ഇവിടെ -r³ എന്ന് പറയുമ്പോൾ എന്തൊരു മൈനസും മൈനസും കൂടെ പ്ലസ് ആവില്ലേ. ഇവിടെ -r ന്റെ ക്യൂബ്
ഇവിടുത്തെ ഒരു മൈനസ് കൊണ്ട് അപ്പോൾ -r³/3. ടോട്ടല് ഇവിടെ 2r³ വരും, -2r³/3 വരും. ടോട്ടൽ ചെയ്യുമ്പോൾ 4/3πr³. അപ്പോൾ ഇതാണ് നമ്മുടെ വോളിയം എന്ന് പറയുന്നത്. ആ ബോളിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഇതാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ആദ്യം ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, അതിനുശേഷം അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വോളിയം കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ പിരമിഡ് 3 meter high has a square base that is 3 meter on a side. Then the cross section of the pyramid perpendicular to the altitude x meter down from the vertex is a square x meter on a side. Find the volume of the pyramid. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഒരു പിരമിഡാണ്, ബേസ് സ്ക്വയർ ഷേപ്പിലുള്ളത്. ആ ബേസിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 3 meter ആണ്. പിന്നെ നമ്മുടെ പിരമിഡിൻ്റെ ഹൈറ്റ് 3 meter ആണ് തന്നിട്ടുണ്ട്. നമ്മൾ പിരമിഡിൻ്റെ എക്സ് ഡിസ്റ്റൻസിൽ ഒരു ക്രോസ് സെക്ഷൻ വരയ്ക്കുകയാണ്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ അല്ല, അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് x meter ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ് ഡിസ്റ്റൻസിൽ ഒരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എക്സ് ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൺസിഡർ ദ വെർട്ടെക്സ് ഓഫ് ദ പിരമിഡ് ആസ് ഒറിജിൻ ആൻഡ് ദ ആൾട്ടിറ്റ്യൂഡ് ആസ് ദ എക്സ് ആക്സിസ്. ഇതിനെ എക്സ് ആക്സിസ് ആയിട്ടും കൊടുത്തു. എന്നിട്ടൊരു റഫ് സ്കെച്ച് വരയ്ക്കുകയാണ്. ഇപ്പം ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതായിട്ട് എടുത്തു. എക്സ് ഡിസ്റ്റൻസിൽ എക്സ് സൈഡ് വരുന്ന ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ വരച്ചു. ദ ക്രോസ് സെക്ഷൻ അറ്റ് എക്സ് ഈസ് എ സ്ക്വയർ വിത്ത് എ ലെങ്ത് ഓഫ് സൈഡ് എക്സ് മീറ്റർ ആൻഡ് ഹെൻസ് ഇറ്റ്സ് ഏരിയ ഈസ് ഗിവൺ ബൈ എ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വരും. ഈ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വന്നു. ഹെൻസ് എക്സ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ സ്ക്വയർ ഫ്രം ദ വെർട്ടെക്സ്. വെർട്ടെക്സിൽ നിന്നും ഈ സ്ക്വയറിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. ഹെൻസ് ഇറ്റ് ക്യാൻ വാരി ഫ്രം, അപ്പോൾ ഈ ഡിസ്റ്റൻസിനെ നമുക്ക് ഇവിടെ തൊട്ട് ഇവിടം വരെ ഇതുപോലത്തെ സ്ക്വയേഴ്സ് കിട്ടുകയാണ് അല്ലേ. 0 തൊട്ട് 3 വരെ, 3 ആണ് ഇതിൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 0 തൊട്ട് 3 വരെ ഇതുപോലത്തെ സ്ക്വയേഴ്സ് നമുക്ക് കിട്ടും. ഹെൻസ് എക്സ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ സ്ക്വയർ ഫ്രം ദ വെർട്ടെക്സ്. ഹെൻസ് ഇറ്റ് ക്യാൻ വാരി ഫ്രം 0 to 3. Therefore volume of the pyramid V equal to integral 0 to 3 a of x dx, which is equal to integral 0 to 3 x square dx. പിന്നെ കേട്ടോ x³/3 0 to 3. 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 27/3, പിന്നെ 0 -0, അപ്പോൾ എന്ത് വരും 9 meter cube. അപ്പോൾ അതാണ് ഈ പിരമിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ ഏതൊരു നമുക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിക്ചർ വരയ്ക്കാൻ ആദ്യം നമ്മൾ നല്ലപോലെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കണം. അപ്പോഴേ പിക്ചർ വരയ്ക്കാനുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ സോളിഡ് ലൈസ് ബിറ്റ്വീൻ ദ പ്ലെയിൻസ് പെർപെൻഡിക്കുലർ ടു ദ എക്സ് ആക്സിസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു 4. But the cross sections perpendicular to the axis on the interval 0 less than or equal to x less than or equal to 4 are squares whose diagonals run from the parabola y equal to minus root x to the parabola y equal to root x. Then find the volume of the solid. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഒരു സോളിഡ് തന്നിട്ടുണ്ട്. ആ സോളിഡ് x equal to 0 തൊട്ട് x equal to 4 വരെയാണ് ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷൻ വാരി ചെയ്യുന്നത്. ക്രോസ് സെക്ഷൻ പ്ലെയിൻസ് ആണ്. ആ ക്രോസ് സെക്ഷൻ ആയിട്ടുള്ള പ്ലെയിനുകൾ എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് റൺ ചെയ്യുന്നത് y ഈക്വൽ ടു മൈനസ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞ പരാബോള തൊട്ട് y ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുന്ന പരാബോള വരെയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്രോസ് സെക്ഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഹിയർ ദ ക്രോസ് സെക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ axis on the interval 0 less than or equal to x less than or equal to 4.
are squares whose diagonals run from the parabola y equal to minus root x to the parabola y equal to root x. Hence, the length of the diagonal d of a typical cross section at x is d equal to ഇതിന്റെ ഡിസ്റ്റൻസ് കണ്ടാൽ മതി റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ് എന്ത് വരും 2 റൂട്ട് എക്സ് വരും 2 റൂട്ട് എക്സ് വന്നു. ഇനി എന്ത് ചെയ്യണം? Therefore, the area of the typical cross section is a of x equal to എന്ത് വരും? ഹാഫ് ഡയഗണലിന്റെ സ്ക്വയർ ചെയ്താൽ മതി അല്ലേ, ഹാഫ് ഇൻറ്റു 2 റൂട്ട് എക്സിന്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 4x വരും which is equal to 2x. So since the solid lies between x equal to 0 and x equal to 4, x varies from 0 to 4. Therefore, volume of the solid V equal to integral 0 to 4 a of x dx which is equal to integral 0 to 4 a of x എന്ന് പറയുന്നത് 2x ആണ് dx 2 into x square by 2 from 0 to 4 എന്ത് വരും 4 square 16. അപ്പോൾ നമ്മുടെ വോളിയം എന്ന് പറയുന്നത് 16 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. A curved wedge is cut from a cylinder of radius 3 by 2 planes. One plane is perpendicular to the axis of the cylinder. The second plane crosses the first plane at a 45-degree angle at the center of the cylinder. Find the volume of the wedge. അപ്പോൾ നമുക്ക് ഒരു സിലിണ്ടറിൽ നിന്ന് കുറച്ച് പോർഷൻ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ രണ്ട് പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്തെടുത്ത് ബാക്കിയുള്ള പോർഷൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ സിലിണ്ടറിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 3 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ രണ്ട് പ്ലെയിൻ, ഫസ്റ്റത്തെ പ്ലെയിൻ എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. സിലിണ്ടറിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്യും. സെക്കൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്ലെയിനിനെ ഇത് ക്രോസ് ചെയ്യുന്നത് 45 ഡിഗ്രി ആംഗിളിലായിരിക്കും. സെൻറ്ററിൽ നിന്ന് 45 ഡിഗ്രി ആംഗിളിൽ ഇതിനെ ഫസ്റ്റ് പ്ലെയിനിനെ ക്രോസ് ചെയ്യുന്ന പ്ലെയിൻ ആയിരിക്കും സെക്കൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പം സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഒരു ഷേപ്പിലാണ് വരിക അല്ലേ. അപ്പം ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ സിലിണ്ടർ വരിക. അപ്പം സിലിണ്ടറിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 3 ആണ് തന്നിട്ടുണ്ട് അല്ലേ. സിലിണ്ടറിൻ്റെ റേഡിയസ് 3 ആണ്. അപ്പം ഈ ബേസിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ 9 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇതിൻ്റെ ഇക്വേഷൻ വരിക അല്ലേ. സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ ആദ്യം ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യും. അതിന് ശേഷം 45 ഡിഗ്രി ആംഗിൾ, സെൻറ്ററിൽ നിന്ന് 45 ഡിഗ്രി ആംഗിളിലും കട്ട് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു സെൻറ്റർ സർക്കിളിൻ്റെ ഭാഗം ഉണ്ടാവും. ഇങ്ങനെ ഒരു 45 ഡിഗ്രി ആംഗിളിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതിൻ്റെ പിക്ചർ ഞാൻ ടെക്സ്റ്റിലുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ക്രോസ് സെക്ഷൻ കിട്ടുന്നത്, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഷേപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ താഴെ സ്ഫിയറിൻ്റെ ഒരു ഷേപ്പ് പോലെ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തു, പിന്നെ ഇവിടുന്ന് ഇങ്ങനെയും കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് പിന്നെ ഈ ലെങ്ത്ത് നമുക്ക് കണ്ടുപിടിക്കണം. വൈ എന്ന് പറയുന്ന ലെങ്ത് ആയിരിക്കും അത്. അപ്പോൾ വൈ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഇക്വേഷൻ അറിയാം. സ്ഫിയറിൻ്റെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. അതിൽ നിന്ന് വൈ എങ്ങനെ വാരി ചെയ്യുന്നത് കണ്ടുപിടിക്കാം. ഇവിടെ 45 ആംഗിൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ക്രോസ് സെക്ഷൻസ് എങ്ങനെ വരും? എടുത്തു കഴിഞ്ഞാൽ റെക്റ്റാങ്കിളുകളായിട്ട് വരും. കണ്ടോ, ഇതൊരു ക്രോസ് സെക്ഷനാണ് എടുത്തേക്കുന്നത്. എക്സ് ഹൈറ്റുള്ള റെക്റ്റാങ്കിൾസ് ആണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് എടുക്കണം അല്ലേ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ സിലിണ്ടറിൻ്റെ ഇക്വേഷനിൽ നിന്ന് ലെങ്ത്തും കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം, ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. ഈ പിക്ചർ നിങ്ങൾ ടെക്സ്റ്റ് നോക്കി ഒന്ന് വരച്ച് വെക്കാം. അപ്പോൾ ലെറ്റ് us take the edge of the wedge which is the line of intersection of
the two planes as the y-axis. Y-axis edge ആയിട്ട് എടുത്തു. The center of the cylinder as the origin and the line through the center perpendicular to the y-axis as x-axis. ഇനി എന്ത് ചെയ്യുക? ആ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ്റെ ലെങ്ത് കാണണം അല്ലേ? A typical cross section of the verge perpendicular to the x-axis is a rectangle with its one side runs from the semicircle y equal to, നമുക്ക് അവിടുന്ന് y എങ്ങനെ കിട്ടും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 9 ചെയ്താൽ മതി അല്ലേ? അല്ല 9 മൈനസ് എക്സ് സ്ക്വയർ വരാം. y കിട്ടാൻ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ ആ ഇക്വേഷനിൽ നിന്ന് കിട്ടിയതാണത്. അപ്പോൾ y എന്ന് പറയുന്ന റൺ ചെയ്യുന്നത് മൈനസ് റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ തൊട്ട് y ഈക്വൽ ടു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ വരെ അല്ലേ? വൺ സൈഡ് റൺ ഫ്രം ദ സെമി സർക്കിൾ y ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ ടു ദ സെമി സർക്കിൾ y ഈക്വൽ ടു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഹെൻസ് ദ ലെങ്ത് ഓഫ് ദ ടിപ്പിക്കൽ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് എന്ത് വരും? ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്താൽ മതി നേരത്തെ ചെയ്ത പോലെ, വിച്ച് ഈസ് ഈക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയർ റൂട്ട് മൈനസ് മൈനസ് റൂട്ട് 9 മൈനസ് എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ലെങ്ത് ഓഫ് ദ ടിപ്പിക്കൽ റെക്ടാങ്കിൾ കിട്ടി. Since the second plane intersect the first plane at 45 degree, from the figure we can infer that the breadth of the rectangle എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? എക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അവിടെ അല്ലേ? ഇവിടെ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുത്തുള്ളത്. breadth of the rectangle is x. Hence the area a of x of the cross section at x is a of x equal to length into breadth. Breadth which is equal to 2 root 9 minus x square into x which is equal to 2x root 9 minus x square. Since cylinder is of radius 3, x can vary from 0 to 3. Therefore, volume equal to 0 to 3 a of x dx which is equal to integral 0 to 3 a of x എന്ന് പറയുന്നത് 2x 9 minus x square root dx. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്കുള്ള വോളിയം കിട്ടും. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രൊഡക്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 9 മൈനസ് എക്സ് സ്ക്വയറിന് യു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാലോ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ വോളിയം കണ്ടുപിടിക്കാനുള്ളതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ വോളിയം ലാസ്റ്റ് കിട്ടുന്നത് ഇതാണ്, 18 ആണ് കിട്ടുക. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, 18 കിട്ടുന്നുണ്ടോ എന്ന് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ ബോൾ ഓഫ് റേഡിയസ് r ഈസ് കട്ട് ഇൻ ടു 3 പീസസ് ബൈ പാരലൽ പ്ലെയിൻസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് r/3 ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ സെൻറ്റർ. ഫൈൻഡ് ദ വോളിയം ഓഫ് ഈച്ച് പീസ്. അപ്പം നമ്മുടെ ഒരു ബോൾ, റേഡിയസ് r ഉള്ളൊരു ബോൾ, അതിനെ നമ്മൾ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലും r/3 ഡിസ്റ്റൻസിൽ ഒരു പ്ലെയിൻ എടുത്തിട്ട് അതുകൊണ്ട് പാരലലായിട്ട് കട്ട് ചെയ്യാണ്. അപ്പം എങ്ങനെ വരും പിക്ചർ? നമ്മൾ മുന്നേ ഒരു ബോളിൻ്റെ ഡിസ്കിൻ്റെ വരച്ചായിരുന്നു, സ്ഫിയറിൻ്റെ കേസിൽ നമ്മൾ വരച്ചായിരുന്നു. അപ്പം ഇത് സെൻറ്റർ 0, ഇവിടെ 6, ഇവിടെയാണെങ്കിൽ -6 വരും. അപ്പം റേഡിയസ് 6 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം റേഡിയസ് 6 ആയിട്ടുള്ള ഇതെടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് ക്രോസ് സെക്ഷൻ വരിക അല്ലേ? ഇതാണ് ക്രോസ് സെക്ഷൻ. ക്രോസ് സെക്ഷനിലേക്കുള്ള ലെങ്ത്തിനെ ഞാൻ x ആയിട്ട് എടുത്തു. ഇത് 6 ആണ്,
ഈ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ കണ്ടതാണ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്, റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് r/3 ഡിസ്റ്റൻസിൽ രണ്ട് സൈഡിലേക്കും, അപ്പോൾ ഇവിടെ -r/3യും ഇവിടെ r/3യും ഡിസ്റ്റൻസിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കട്ട് ചെയ്തു. എന്നിട്ടുള്ള പോർഷൻ്റെ മിഡിൽ പീസിൻ്റെ വോളിയം, ഫൈൻഡ് ദ വോളിയം ഓഫ് ഈച്ച് പീസ് ആണ് പറഞ്ഞത്. ഓരോ പോർഷൻ്റെയും വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഓരോ പോർഷൻ്റെയും വോളിയം കണ്ടുപിടിക്കാം. എന്ത് ചെയ്യാം? ആദ്യം ഇത് ബോൾ വരയ്ക്കുക. സപ്പോസ് ദാറ്റ് ദ സ്ലൈസിങ് പ്ലെയിൻ PX, ഇതാണ് PX, പാരലൽ ടു ദ പ്ലെയിൻസ് കട്ടിങ് ദ ബോൾ ഇൻടു 3 പീസസ്. ഇതിനെ ബോളിനെ 3 ആയിട്ട് കട്ട് ചെയ്തു. ഒന്ന് ഈ പീസ്, ഒന്ന് ഇത്, അടുത്തത് ഇതിനപ്പുറത്തോട്ടുള്ള പീസ്. ലെറ്റ് ദ പ്ലെയിൻ P0 പാസ് ത്രൂ ദ സെന്റർ ഓഫ് ദ ബോൾ. P0 എന്ന് പറയുന്ന പ്ലെയിൻ സെന്ററിലൂടെ പാസ് ചെയ്യുന്നു. then the ball lies between, ബോൾ എന്ന് പറയുന്നത് P-R-ലും PR-നും ഇടയിലാണ് ഉള്ളത് അല്ലേ. the ball lies between P-R and PR, നേരത്തെ കണ്ടതാണ്. and the middle piece lies between P-R/3 and PR/3. മിഡിൽ പീസ് എന്ന് പറയുന്നത് P-R/3ക്കും PR/3ക്കും ഇടയിലാണ് ഉള്ളത് അല്ലേ. But the slice RX is a disk of radius r square minus x square ന്റെ root. Then the area of the slice RX is given by A of x equal to pi into radius square. Radius നമ്മൾ കണ്ടുപിടിച്ചു. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇത് വരും πr square minus x square വരും. Hence the volume of the middle piece of the ball is integral minus r/3 to r/3 pi into r square minus x square dx, which is equal to, നേരത്തെ നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ എന്തായിരുന്നു കിട്ടിയത്? pi into r square x minus x cube by 3 minus r/3 തൊട്ട് r/3 വരെ. അപ്പം ഇത് വാല്യൂ കൊടുത്തിട്ട് കണ്ടുപിടിക്കാം. ഫസ്റ്റ് r/3 കൊടുത്തു കഴിഞ്ഞാൽ വരും pi into r cube by 3 minus r cube by 3 into 27 minus r cube by 3 plus r cube by 3 into 27. ടോട്ടൽ എന്ത് കിട്ടും? pi r cube കോമൺ ആയിട്ട് എടുത്തു, ബാക്കി 2/3 minus 2/81 കിട്ടും. സിംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടുന്നതാണ് ടോട്ടൽ. അപ്പോൾ 52/81 pi r cube. Since the volume of the ball എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം, ബോളിന്റെ വോളിയം എന്ത് വരും? 4/3 pi r cube വരും അല്ലേ. അപ്പോൾ ദ വോളിയം ഓഫ് ദ റിമൈനിങ് പാർട്ട് കണ്ടുപിടിക്കാൻ ആ വോളിയത്തിൽ നിന്ന് ഇത് കുറച്ചാൽ മതി, റിമൈനിങ് പാർട്ടിന്റെ വോളിയം. അപ്പോൾ റിമൈനിങ് രണ്ട് പാർട്ടും സെയിം ആയിരിക്കും വോളിയം വരുന്നത് അല്ലേ, സെയിം വോളിയം ഉള്ളതായിരിക്കും. സെൻറ്റർ പോർഷന് മാത്രമേ ഡിഫറൻസ് ആയിട്ട് വരുള്ളൂ അല്ലേ. അപ്പോൾ ഇത് എഴുതാം. Since the volume of the ball is 4/3 pi r cube, the volume of the remaining part is 4/3 pi r cube minus 52/81 pi r cube. അപ്പോൾ എന്താ ആൻസർ ആയിട്ടാ? 56/81 pi r cube കിട്ടും. അപ്പോൾ ഇതാണ് ബാക്കിയുള്ള പോർഷന്റെ മൊത്തത്തിലുള്ള വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഈ പോർഷൻ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ അല്ലേ.
But this is to be divided between two outside pieces. Since the outside pieces are congruent, രണ്ടും equal ആണ്, each of them has volume, ഇതിന്റെ പകുതി എടുക്കാം. Each of them has volume എന്ത് വരും? 28/81 pi r cube. അപ്പോൾ രണ്ട് പോർഷന്റെ വോളിയം ഇതും ഒരു പോർഷന്റെ വോളിയം ഇതും വരും. അപ്പോൾ each of them has volume 28/81 pi r cube. ഇത്രേ ഉള്ളൂ വോളിയം കണ്ടുപിടിക്കാനായിട്ട്. അപ്പം നമ്മൾ എല്ലാ മെത്തേഡും യൂസ് ചെയ്തു. അപ്പം ഇനി ഏത് പോർഷൻ തന്നെയാൽ ആദ്യം ക്രോസ് സെക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതാണ് സ്ലൈസ് മെത്തേഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.